എല്ലാവർക്കും നമസ്കാരം. ISROയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിലെ തിരുവനന്തപുരത്തെ വല്യമലയിലെ ISROയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. സോ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. തിരുവനന്തപുരം കൂടാതെ ബാംഗ്ലൂരിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് 2 വേക്കൻസിയും നോക്കാം. ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും 1 by 1 ആയിട്ട് അതിന്റെ ക്വാളിഫിക്കേഷൻ, വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. സാലറി പറഞ്ഞിരിക്കുന്നത് 1,42,400 വരെ സാലറി ലഭിക്കുന്നതാണ്. ലെവൽ 7 ആണ് സാലറി സ്കെയില്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് മെക്കാനിക്കൽ ആണ്. ടോട്ടൽ 10 വേക്കൻസി ആണുള്ളത്. അതിൽ തിരുവനന്തപുരത്തെ വലിയമലയിലേക്ക് 8 വേക്കൻസിയും ബാംഗ്ലൂരിലേക്ക് 2 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെക്കാനിക്കലിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ പോസ്റ്റ് ഇലക്ട്രിക്കൽ ആണ്. ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 1 വേക്കൻസിയാണ്. 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ ബി എന്ന് പറഞ്ഞ പോസ്റ്റാണ്. ലെവൽ 3 ആണ് സാലറി. 69,100 വരെ സാലറി ലഭിക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് വെൽഡർ ആണ്. തിരുവനന്തപുരത്തെ വല്യമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 1 വേക്കൻസിയാണ്. SSLC പ്ലസ് ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. 2 വേക്കൻസിയാണ്. അതും തിരുവനന്തപുരത്തെ വല്യമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. SSLC അല്ലെങ്കിൽ SSC പഠിച്ചവർക്ക് അപേക്ഷിക്കാം. പ്ലസ് അതിൻ്റെ കൂടെ ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ്. അടുത്തത് ടർണർ ആണ്. അതും തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 1 വേക്കൻസിയാണ്. SSLC ഉള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ ITIയും ചോദിക്കുന്നുണ്ട്. അടുത്ത മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആണ്. തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. വല്യമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഫിറ്റർ ആണ്. ടോട്ടൽ 5 വേക്കൻസി ഉണ്ട്. അതിൽ തിരുവനന്തപുരത്തെ വല്യമലയിലേക്ക് 3 വേക്കൻസിയും ബാംഗ്ലൂരിലേക്ക് 2 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ്സും ITI അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അടുത്ത മെഷീനിസ്റ്റ് ആണ്. ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സും SSLCയും ഉള്ളവർക്ക് 10ാം ക്ലാസ്സും ITIയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ NDC അല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഡ്രൈവർ ആണ്. ഡ്രൈവർ A ആണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ A ആണ്. 5 വേക്കൻസിയാണ്. തിരുവനന്തപുരത്തെ വല്യമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടിസ്ഥാന ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ഇത് കൂടാതെ 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഹെവി വെഹിക്കിളിൽ. അടുത്ത പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആണ്. തിരുവനന്തപുരത്തെ വല്യമലയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. കൂടാതെ വാലിഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമാണ് ചോദിക്കുന്നത്. അടുത്ത കുക്കാണ്. 1 വേക്കൻസിയാണ്. തിരുവനന്തപുരത്തേക്കാണ് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. അതല്ലെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. സാലറി പറഞ്ഞിരിക്കുന്നത് 63,200 വരെ സാലറി ലഭിക്കുന്നതാണ്. ലെവൽ 2 സാലറി സ്കെയിലാണ്. കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അണ്ടർ റിസർവ്ഡിന്. ഇതിൽ 3 വർഷത്തെ OBCയും 5 വർഷത്തെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 10/9/2024 വരെ അപേക്ഷിക്കാം. 27 ഓഗസ്റ്റ് 2024 മുതലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത്. 10/9/2024 10 സെപ്റ്റംബർ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 27/8 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നത്. 10/9/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതുമാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC അതിന് സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.